ഇവിടെ ആരോഗ്യമന്ത്രിയുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പടർന്ന് പന്തലിക്കുന്നു എന്ന ആക്ഷേപമാണ്. ഇവിടെ അതല്ലാതെ ഒരു പകർച്ചവ്യാധി പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരുന്ന് പ്രതിപക്ഷത്തിലേക്ക് മാറിയ ആളുകൾക്കിടയിലാണ് ആ പകർച്ചവ്യാധി പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നിരയിൽ അതിവേഗം ആ അസുഖം പടരുകയാണ്. അൽഷിമേഴ്സ് എന്നാണ് ആ അസുഖത്തിന്റെ പേര്. ഇവരെല്ലാം മറക്കുകയാണ് സാർ. കഴിഞ്ഞ 10 വർഷം ഇവർ ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളും ഇവർ മറന്നുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം മുമ്പ് ഇവർ കടൽക്കൊള്ള എന്ന് ആക്ഷേപിച്ച വിഴിഞ്ഞം പദ്ധതി ഇവർ അധികാരത്തിൽ വന്നു. അംബാനിയെ ആശ്ലേഷിച്ച് ഇവർ ആ പദ്ധതി നടപ്പിലാക്കി. ഇപ്പൊ വീണ്ടും അദാനിയെ ആശ്ലേഷിച്ച പദ്ധതി നടപ്പിലാക്കി. ഇപ്പൊ വീണ്ടും മിഷൻ സമുദ്ര വരുമ്പോ അദാനി എന്ന് കേൾക്കുമ്പോ ഇവർക്ക് അലർജി വീണ്ടും വരികയാണ്. നിങ്ങൾ ഓർക്കണം, PM ശ്രീ പദ്ധതി നമ്മൾ അന്ന് അതിനെ എതിർത്തതാണ്. ഇവർ ആരോടും ആലോചിക്കാതെ ആ പദ്ധതിയിൽ പോയി ഒപ്പുവെച്ച് പാതി കാശ് വാങ്ങി കീശയിലിട്ട് ഇന്ന് ആ പദ്ധതി എതിർക്കുകയാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് മസാല ബോണ്ട് വഴി നിക്ഷേപം സ്വീകരിച്ചവർ ഇന്ന് സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും ആക്ഷേപിക്കുകയാണ്. ബാറിന്റെ കാര്യത്തിൽ കേരളത്തിൽ 29 ബാറിൽ നിന്ന് 900 ബാറാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് മദ്യവ്യാപനത്തിന് വഴിതെളിച്ചവർ ഇന്ന് മദ്യത്തിന്റെ നികുതിയുടെ പേരിൽ ഈ ഗവൺമെന്റിനെ ആക്ഷേപിക്കുകയാണ്. എല്ലാവരും മറക്കുകയാണ്. എല്ലാം മറന്നുകൊണ്ട് കേരളത്തിൽ അൽഷിമേഴ്സ് ബാധിച്ചവരെ പോലെ ഇവർ മാറുകയാണ്. കേരളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിഴുങ്ങുകയാണ്. ഓന്തിനെ പോലെ നിറം മാറുകയും അരണയെ പോലെ മറക്കുകയും കരാളൻ പക്ഷി പാട്ടുകൾ മാറ്റി മാറ്റി പാടുന്നത് പോലെ അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുകയും ചെയ്യുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷം ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇവർക്ക് സമനില നഷ്ടപ്പെട്ടിരിക്കുക. ഇന്നലെ ഈ സഭയിൽ കലക്കവെള്ളത്തിന്റെ ഒരു കുപ്പിയുമായി പ്രതിപക്ഷ നേതാവ് വന്നു. ഞങ്ങളൊക്കെ ജലപീരങ്കിയുടെ മുമ്പിൽ ഒരുപാട് സമരം ചെയ്തവരാ. എങ്ങനെയാണ് ജലപീരങ്കി അടിക്കുമ്പോ ഈ വെള്ളം കുപ്പിയിൽ കരുതി വെക്കാൻ കഴിയുക എന്ന് ഞങ്ങളൊക്കെ ധരിച്ചതാണ്. ഞങ്ങളൊക്കെ ചോദ്യം ഉന്നയിച്ചാണ്. ഇന്നിപ്പോ മെട്രോ മനോരമയിൽ ഇതാ ചിത്രം സഹിതം ഒരു വാർത്ത വന്നിരിക്കുകയാണ്. മെട്രോ വാർത്തയിൽ KB ജയചന്ദ്രൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ എടുത്തിരിക്കുന്ന ചിത്രമാണ്. ആ ജലപീരങ്കി അടിച്ച വെള്ളം റോട്ടിൽ തളം കെട്ടി നിൽക്കുകയാണ്. ആ തളം കെട്ടി നിൽക്കുന്ന വെള്ളം AIYFന്റെ പ്രവർത്തകർ കുപ്പിയിൽ കോരിയെടുക്കുക. റോട്ടിൽ നിന്ന് വെള്ളം കലക്കവെള്ളം കോരിയെടുത്ത് അത് കുപ്പിയിലാക്കി കൊണ്ടുവന്ന് ഇതാ ചിത്രം സഹിതമാണ് ചിത്രം സഹിതം ഞങ്ങൾ തരികയാണ്. KB ജയചന്ദ്രനെ റോട്ടിലെ വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുവരിക. അതിൽ പത്രത്തിൽ ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് സാർ. മെട്രോ വാർത്തയിൽ വന്ന KB ജയചന്ദ്രൻ എന്ന പത്രപ്രവർത്തകൻ ഫോട്ടോഗ്രാഫർ ഇന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാര്യമാണ് സാർ. പരിശോധിക്കണം. കലക്കവെള്ളം റോട്ടിൽ നിന്ന് കോരിയെടുത്തുകൊണ്ടുവന്ന് ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ആധികാരികമായിട്ടാണ് സാർ ഇത് പറയുന്നത്. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നല്ലോ സാർ. 100 കോടി രൂപ ഖജനാവ് നഷ്ടപ്പെട്ടിരിക്കുക. ബാർ ഉടമകൾ കേരളത്തിന്റെ ഖജനാവിലേക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപ നികുതി അടച്ചിട്ടില്ല. അതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന ന്യായമായ ബലമായ സംശയം നമുക്കുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ ബഡ്ജറ്റ് നടപ്പിലാകാൻ പോകുന്ന ബഡ്ജറ്റാണ്. പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ അച്ചടിച്ച മഷി ഉണങ്ങും മുമ്പ് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഗവൺമെന്റാണ്. അധികാരത്തിൽ വന്ന മാസങ്ങൾക്കുള്ളിൽ വലിയ മാറ്റമുണ്ടാക്കി. ഓപ്പറേഷൻ തുഫാൻ ഉൾപ്പെടെ. അതുകൊണ്ട് ഈ ബഡ്ജറ്റിലെ ഒരു വാചകത്തിനോ ഒരു വാക്കിനോ ഒരു കുത്തിനോ ഒരു കോമയ്ക്കോ ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ മാറ്റമില്ലാതെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അത് നടപ്പിലാക്കും. ഞങ്ങൾ ഉമ്മൻചാണ്ടി എന്ന ഗവൺമെന്റ് അതിവേഗം ബഹുദൂരം എന്ന ആശയം ഈ കേരളത്തിൽ സാക്ഷാത്കരിച്ച് കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖവും സ്മാർട്ട് സിറ്റിയും നടപ്പിലാക്കിയതുപോലെ നിങ്ങൾ 10 വർഷമായി കോഴിമുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നത് പോലെ നിങ്ങൾ അടയിരുന്ന ലൈറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള മുഴുവൻ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കും. ഇതൊരിക്കലും കഴിഞ്ഞ 10 വർഷത്തെ പോലെ പാഴ്വാക്കുകളുടെ ഒരു പഴങ്കെട്ടായി ഈ ബഡ്ജറ്റ് കേരളത്തിൽ മാറില്ല. പ്രായോഗികമായി കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്ന പദ്ധതികളായിരിക്കും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.